ഇന്നത്തെ വീഡിയോയിൽ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിലൊന്ന് അമേരിക്കയെക്കുറിച്ചും അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ സൈഡിൽ ഇന്ത്യൻ ആർമി നടത്തിയിരിക്കുന്ന ഒരു ഡിപ്ലോയ്മെൻറ്റ്. സാധാരണ നമ്മൾ ബംഗ്ലാദേശിൽ 4100 കിലോമീറ്റർ ആ ഒരു അതിർത്തി പ്രദേശത്ത് BSF ആണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതിർത്തിയിൽ ഇൻഫിൽട്രേഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് BSFൻ്റെ ചുമതലയാണ്, ആർമിയുടെ ചുമതലയല്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു 3 ഗാരിസൺസ് പട്ടാളത്തിനെ നമ്മൾ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. 3 ഗാരിസൺസ് എന്ന് പറയുമ്പോഴത്തേക്കും നിശ്ചിത തോതിലുള്ള ആൾക്കാർ വരും. നമ്പർ ഓഫ് ബറ്റാലിയൻസ് എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. കാരണം നമ്മൾ എത്രയാണ് ഡിപ്ലോയ്മെൻറ്റ് എന്നുള്ളതൊന്നും വ്യക്തമായിട്ട് ഇന്ത്യൻ ആർമി പുറത്ത് വിടത്തില്ല. അപ്പോൾ അതുപോലെ ആയുധങ്ങളെല്ലാം തന്നെ നമ്മളുടെ സൈഡിലും കരുതിയിട്ടുണ്ട്. പലതരത്തിലുള്ള വെപ്പൺസ്, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സൈഡിൽ നിൽക്കട്ടെ. ആദ്യമേ നമ്മൾ അമേരിക്കയിൽ നടക്കുന്ന വിഷയത്തിനെ കുറിച്ച് ഒന്ന് നോക്കാം. കാരണം കോൺഗ്രസിൻ്റെ സ്പീക്കറായിട്ടുള്ള നാൻസി ഫെലോസി അവർ റിസൈൻ ചെയ്തിരിക്കുകയാണ്. US ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഓൾമോസ്റ്റ് 40 days ആയി. ഈ 40 days സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഏതാണ്ട് 8 ലക്ഷം പേർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. 8 ലക്ഷം ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് 800,000. അതാണ് അമേരിക്കയിലുള്ള അവസ്ഥ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. 45 ദിവസമായി. ഗവൺമെൻറ് അടച്ചു പൂട്ടിയിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റും എല്ലാം അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇങ്ങനൊരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ അമേരിക്കൻ മാധ്യമങ്ങൾ, ഈ വെസ്റ്റേൺ മീഡിയ എങ്ങനെയായിരിക്കും ഈ പ്രൊപ്പഗൻഡ മുന്നോട്ട് കൊണ്ടുപോവുക? പക്ഷേ ഇതേ സമയം അമേരിക്കയിൽ ഇത് സംഭവിക്കുമ്പോഴത്തേക്കും ലോകമെമ്പാടും ഇതിനെക്കുറിച്ച് യാതൊരു ചർച്ചയില്ല. ഒരു ചർച്ചയില്ല എന്നുള്ളതാണ്. ഇന്ന് സംഭവിക്കാൻ ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ച് പറയാനുള്ള കാരണം വെച്ചാൽ ഇന്നലെ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അവിടെ സെനറ്റിൻ്റെ ഉള്ളിൽ ഈ ഷട്ട് ഡൗൺ എത്രയും വേഗം അവസാനിപ്പിക്കണം. ഇത് വല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് അമേരിക്ക നയിക്കുന്നത്. ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ശമ്പളം വേണ്ടേ? അപ്പോൾ അതായത് ഫോഴ്സ്ഫുള്ളി ശമ്പളം കൊടുക്കാത്ത അവസ്ഥയിലാക്കി കഴിഞ്ഞാൽ അവർ നിർബന്ധിതമായിട്ട് വോളണ്ടറിലി റിട്ടയർമെന്റ് എടുത്ത് പോകണം എന്നാണ് ട്രംപ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് പറഞ്ഞാൽ ഈ ബഡ്ജറ്റ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അമേരിക്കയിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് വെച്ച ബഡ്ജറ്റ്, ഈ ബഡ്ജറ്റിൽ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻഷുറൻസ്, മെഡിക്കൽ എയ്ഡ്, ഇതേമാതിരിപ്പെട്ട ഈ ഒരു മേഖലയെ അഡ്രസ്സ് ചെയ്യാതെയാണ് ഡൊണാൾഡ് ട്രംപ് മറ്റുള്ള ഇതര ചെലവുകൾക്കൊക്കെ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ഉള്ള ബഡ്ജറ്റാണ് അവിടെ സമർപ്പിച്ചത്. അതാണ് ഈ ബഡ്ജറ്റ് പാസ്സാവാത്തത്. ഇപ്പോൾ ബഡ്ജറ്റ് പാസ്സായില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഗവൺമെന്റിന് ചലിക്കാനുള്ള പൈസ പാസ്സാവത്തില്ല. ബഡ്ജറ്റ് പാസ്സായി എമൗണ്ട് ട്രഷറിയിൽ വകയിരുത്തിയാൽ മാത്രമല്ലേ അതായത് പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ബില്ലുകൾ കൃത്യമായിട്ട് ട്രഷറിയിൽ നിന്ന് പാസ്സായി പോകത്തുള്ളൂ. ബഡ്ജറ്റ് തന്നെ പാസ്സായി സെനറ്റിൽ നിന്നും ട്രഷറിക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സ്കോട്ട് ബെസന്റ് എവിടെ നിന്ന് പൈസ എടുത്ത് കൊടുക്കും? പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. സ്കോട്ട് ബെസന്റിന് ശമ്പളം കിട്ടിയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇതിനകത്ത് റിപ്പബ്ലിക്കൻ അനുകൂലികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് ശമ്പളമൊക്കെ കിട്ടിയതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിൽ ഇത്രമാത്രം സത്യസന്ധതയുണ്ടെന്ന് നമുക്കറിയില്ല. കാരണം അമേരിക്കൻ മീഡിയ ഉൾപ്പെടെ ട്രംപിന്റെ ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ച് വിമർശിക്കുന്നില്ല എന്ന്. അമേരിക്കയിലുള്ള മാധ്യമങ്ങൾ തന്നെ, പല മാധ്യമങ്ങളും ട്രംപിന്റെ ഈ ഒരു പ്രവൃത്തിയെ, ട്രംപ് സർക്കാരിന്റെ ഈ ഷട്ട് ഡൗൺ പ്രവൃത്തിയെക്കുറിച്ച് ഒരു രീതിയിലുള്ള പരാമർശങ്ങൾ ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അത്തരത്തിലുള്ള മാധ്യമ സ്വാതന്ത്ര്യം അമേരിക്കയിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് വീർപ്പ് മുട്ടിയിട്ട് ഈ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഇനിയും പിടിവാശി കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഷട്ട് ഡൗൺ തുടരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ പെർ വീക്ക് $15 ബില്യൺ നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെല്ലാം ഉപരിയായിട്ട് ഈ 8 ലക്ഷം പേർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ 7,30,000 പേര് എസെൻഷ്യൽ വർക്കറാണ്. അതിലുപരിയായിട്ട് അൺപെയ്ഡ് ലീവിൽ പോയ ആൾക്കാരുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 6,70,000 പേര്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ടോട്ടലി 14 ലക്ഷം ഫെഡറൽ ഉദ്യോഗസ്ഥർ ഈ ഒരു ഷട്ട് ഡൗൺ കൊണ്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. വേജസ് ഇല്ലാണ്ട്, ശമ്പളമില്ലാണ്ട്. ഇപ്പം അൺപെയ്ഡ് ലീവ് ആണെങ്കിലും ശമ്പളമില്ല. മറ്റേതിപ്പം ജോലിക്ക് പോയ ആൾക്കാർക്കും ശമ്പളമില്ല. അതാണ് അവസ്ഥ. ഇപ്പം അപ്രോക്സിമേറ്റ്ലി അമേരിക്കൻ മീഡിയ ഈ നിലവിലുള്ള 7,30,000 അഥവാ 8 ലക്ഷം എന്നുള്ള ആ ഒരു നമ്പർ മാത്രമാണ് പറയുന്നത്. പക്ഷേ ആക്ച്വലി ഫിഗർ എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഉള്ളിൽ 14 ലക്ഷം ആൾക്കാരാണ് ഈ ഫെഡറൽ വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഷട്ട് ഡൗൺ നിയമം കൊണ്ട്. ട്രംപ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാൻ ആയിരുന്നു. അപ്പോൾ അയാൾക്ക് അയാളുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട്, അയാളുടെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ പാവപ്പെട്ട ജോലിക്കാർക്ക് കഷ്ടകാലം. ഇതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഏഷ്യൻ സൈഡിലുള്ള ഏത് രാജ്യമായിക്കോട്ടെ, അതേപോലെ ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യത്താണ് ഇങ്ങനൊരു സംഭവം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അടച്ചുപൂട്ടൽ പോട്ടെ, ഒരു 10 ദിവസം ശമ്പളം ഡിലേ ആയി കഴിഞ്ഞാൽ ഇവർ ഏത് രീതിയിലായിരിക്കും ഈ ഒരു വാർത്തയെ എടുത്ത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്. അതാണ് വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പഗൻഡ. റോയിട്ടേഴ്സ് ഒക്കെ ഉറക്കമാണ്. റോയിട്ടേഴ്സ് ഒക്കെ ഇതിനെക്കുറിച്ച് എഴുതുന്നില്ല എന്ന് തോന്നുന്നു. പേനയൊക്കെ അടച്ച് പൂട്ടി അങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ്. അവർക്ക് എഴുതാൻ സൗകര്യമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആവുകയാണ്. കാരണം ബംഗ്ലാദേശ് എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ബംഗ്ലാദേശ് 4,100 കിലോമീറ്റർ
ബോർഡർ ഷെയർ ചെയ്യുന്നത് ഇന്ത്യയുമായിട്ടാണ്. അവർക്ക് വേറെ ഒരു രാജ്യവുമായിട്ടും ബോർഡർ ഇല്ല. എന്നാൽ ബംഗ്ലാദേശ് ആരെ പേടിച്ചിട്ടാണ് അവിടെ എയർ ഡിഫൻസ് സിസ്റ്റം സ്ഥാപിച്ചിരിക്കുന്നത്? ഇത്രയും കാലം 1971 മുതൽ ഇങ്ങോട്ട് ത്രൂ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വർഷക്കാലം അവർക്കില്ലാത്തൊരു പേടി ഇപ്പൊ എവിടെ നിന്ന് വരുന്നു? എന്തുകൊണ്ട് വരുന്നു? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എന്നുള്ള നിലയിൽ കുറെ നാളുകൊണ്ട് ഈ ഒരു സിലിഗുരി കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്. അതിനകത്തൊരു കൺഫേം ആയിട്ടുള്ള ഒരു വാർത്ത വരാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശങ്ങളും പറയാത്തത്. പക്ഷെ അതേസമയം നിലവിൽ ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്ന് തന്നെ വാർത്ത പുറത്തു വരുന്നുണ്ട്. അതായത് സിലിഗുരി കോറിഡോറിന്റെ ഭാഗത്ത് നമ്മൾ 3 ഏരിയ കേന്ദ്രീകരിച്ച് നമ്മളുടെ ബറ്റാലിയൻസ് അഥവാ ആർമി റെജിമെന്റിനെ നമ്മൾ കൊണ്ടവിടെ നിർത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് അസാം സൈഡിൽ കൃത്യമായിട്ട് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാമുനി എന്ന് പറഞ്ഞ ആ ഒരു ലൊക്കേഷനിൽ ഒരു ഗാരിസൺസ് പട്ടാളം അവിടെ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് വിത്ത് ഫുൾ എക്യുപ്മെന്റ്. ഗാരിസൺസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്പർ ഓഫ് ബറ്റാലിയൻസ് ആണ് കേട്ടോ, നമ്പർ ഓഫ് സോൾജേഴ്സ് ആണ്, അല്ലാതെ 1 2 അല്ല. അതുപോലെ വെസ്റ്റ് ബംഗാളിൽ ഉത്തർഗഞ്ച്പൂരിൽ ചോപ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗാരിസൺസ് സോൾജേഴ്സിനെ കൊണ്ട് നമ്മൾ അവിടെ നിർത്തിയിട്ടുണ്ട്. മൂന്നാമത് ബീഹാറിൽ കിഷൻഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്തും നമ്മൾ ഡിപ്ലോയ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ 3 ഏരിയകളും കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് 3 ഏരിയയിൽ നിന്നും ചിക്കൻ നെക്ക് അഥവാ ഈ സിലിഗുരി കോറിഡോർ അതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ചിക്കൻ നെക്കിന്റെ ഭാഗത്ത് നമ്മൾ ഇത്രമാത്രം ഡിപ്ലോയ്മെന്റ് നടത്തിയിരിക്കുന്നത് പറഞ്ഞാൽ ഈ ബംഗ്ലാദേശ് ആ ഒരു ഏരിയയിൽ തന്നെ ചിക്കൻ നെക്കിന്റെ തൊട്ട് താഴെ തന്നെ അവരുടെ ബറ്റാലിയൻസിനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവരവിടെ എയർ ഡിഫൻസ് സിസ്റ്റം ഡിപ്ലോയ്മെന്റ് നടത്തിയിട്ടുണ്ട്. ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റം HQ-17 എന്ന് പറഞ്ഞ ആ ഒരു, അതായത് HQ-97 എന്താണ് ഉണ്ടായിരുന്നുള്ളത് പാകിസ്ഥാൻ നല്ല രീതിയിൽ മനസ്സിലാക്കിയതാണ്. പാകിസ്ഥാൻ ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങിച്ചു വെച്ചിട്ട് നമ്മുടെ അടുത്ത് നിന്ന് ഏത് രീതിയിലാണ് അടിവേടിച്ച് കൂട്ടിയത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിനേക്കാളും എത്രയോ മടങ്ങ് ലെവൽ കുറഞ്ഞ ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് ബംഗ്ലാദേശ് കൊണ്ട് അവിടെ വെച്ചിരിക്കുന്നത്. എന്നാൽ ഒരു റഡാർ സിസ്റ്റം കൂടി വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഇതെല്ലാം കൂടി അവർ എയിം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ത്യയെ തന്നെയാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ ഒരു ഏരിയയിൽ ഇത്രമാത്രം സീരിയസ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് വിവരം അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പൊ ഇന്റലിജൻസ് വിവരം അനുസരിച്ച് പാകിസ്ഥാന്റെ മിലിറ്ററിയിൽപ്പെട്ട ഹയർ ഒഫീഷ്യൽസ് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ പോയിട്ട് അവർക്ക് ആം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഈ ആം ട്രെയിനിങ് കൊടുക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്കുള്ളിലേക്ക് ഇൻഫിൽട്രേഷൻ നടത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട 3 നിരോധിത സംഘടനകളുടെ പേര് പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകൾ തന്നെയാണ്. ആ സംഘടനകളുടെ പേര് ഞാൻ ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട് സൈഡിൽ. ഒന്ന് മറ്റേ അൻസർല എന്ന് പറഞ്ഞ ഒരു ടീം ഉണ്ട്. ഇങ്ങനെ കുറെ സംഘടനകളുണ്ട്. ഇതെല്ലാം തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ നിന്ന് ട്രെയിനിങ് നേടിയ വിദഗ്ധമായിട്ട് അവിടെ വന്നിട്ട് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമുകളാണ്. ഈ ടീമുകളെ ഇന്ത്യക്കുള്ളിലേക്ക് കടത്തിവിടാനുള്ള മാർഗങ്ങളാണ് നോക്കുന്നത് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ നിന്നും. ഈ ഒരു വിഷയം വളരെ വ്യക്തമായിട്ട് ഇന്ത്യൻ ഇന്റലിജൻസിന് മനസ്സിലായിട്ടുണ്ട്, ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇന്ത്യ കൃത്യമായിട്ട് ഇന്ത്യയുടെ ഡിപ്ലോയ്മെന്റ് വിത്തിൻ 5 hours നടത്തിയിരിക്കുന്നത്. അതായത് ഇന്നലെ വെറും 5 മണിക്കൂർ കൊണ്ടാണ് ഈ ഡിപ്ലോയ്മെന്റ് ഇന്ത്യ നടത്തി തീർത്തത്. ഈ ജനുവരി മുതൽ 2025 മാത്രം നമ്മൾ 2688 ഇല്ലീഗൽ ഇമിഗ്രന്റുകളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യക്കുള്ളിലേക്ക് കടന്നു കയറിയ ആൾക്കാർ. അതായത് വെറുതെ വരുന്ന ഇമിഗ്രന്റുകൾ മാത്രമല്ല, ഇവർ ഇല്ലീഗൽ ഇമിഗ്രന്റ് മാത്രമല്ല, ഇവരെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിലും കൂടി ഏർപ്പെട്ട ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാരാണ് ഈ 2688 പേര്. വെറും 278 പേരെ മാത്രമാണ് നമുക്ക് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് കിട്ടിയത്. ബാക്കിയെല്ലാം 2400ഓളം ഈ കടന്നുകയറ്റക്കാർ, ഈ നുഴഞ്ഞുകയറ്റക്കാരന്മാർ മൊത്തം നമുക്ക് വെസ്റ്റ് ബംഗാളിന്റെ ഉള്ളിൽ നിന്നാണ് കിട്ടിയത്. ഈ വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് അത്രമാത്രം ബംഗ്ലാദേശികളെ കൊണ്ട് മലിനമായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പ്രധാനമായിട്ട് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രി ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യക്കുള്ളിൽ നിന്നും ഈ വെസ്റ്റ് ബംഗാളിന്റെ ഉള്ളിൽ നിന്നും പല ബോർഡറുകളിൽ നിന്നും ഇവരെ അകത്തേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഇന്ത്യൻ സിറ്റിസൺസ് ഉണ്ട് എന്നുള്ളതാണ് ഇതില് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഇനി യുവമാരെ പിടിച്ച് പുറത്താക്കുമ്പം ഇവർ ആരുടെ ലിങ്കിലാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ളതും കൂടി ആ ഒരു ഡീറ്റെയിൽസും കൂടി കളക്ട് ചെയ്തിട്ട് അവനെയും കൂടി പിടിച്ചിട്ട് ഡീറ്റെയിൻ ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ബംഗ്ലാദേശികൾ പാവങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വർഷങ്ങളായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് എടുക്കാത്തൊരു നടപടിയാണ് ഇവരെ അടിച്ച് പുറത്താക്കുക എന്നുള്ളത്. പക്ഷെ നമ്മളിങ്ങനെ സോഫ്റ്റ് കോർണർ കാണിച്ച് നടന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കിട്ട് തന്നെയാണ് അത് തിരിച്ചടിയാവാൻ പോകുന്നത്. കാരണം ഒരു 500 പേരെ പാകിസ്ഥാൻ ഒറ്റ അടിക്ക് ഇന്ത്യക്കുള്ളിൽ കയറ്റിവിടുന്നു വെച്ചോ, പല സ്ഥലങ്ങളിലും എവിടെന്നെങ്കിലൊക്കെ പൊട്ടിത്തെറികൾ ഉണ്ടായാൽ ആരാണ് ഉത്തരവാദിത്തം ഏൽക്കുക? ഒരു സംഭവം നടന്നതിന് ശേഷം നമ്മൾ കിടന്നിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല. പഹൽഗാം നടന്നത് നമ്മൾ കണ്ടില്ലേ? സംഭവം സംഭവിക്കും എന്നുള്ള ഒരു ഇൻഡ്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. കിട്ടിയാൽ പിന്നെ എന്താണ് ചെയ്യാന്ന് പറഞ്ഞാൽ 3 സൈഡിലും ലാൻഡ് ബോർഡർ ഇന്ത്യയാണ്. പിന്നെ ഇവന് ആരാണ് ത്രെട്ട്? ഈ ബംഗ്ലാദേശ് എന്തിനു വേണ്ടിയിട്ടാണ് എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ ഡിപ്ലോയ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഡ്രോണുകൾ വാങ്ങിച്ചു കൂട്ടുന്നത്? എന്താണ് ഇവരുടെ ഉദ്ദേശം? അർക്കൻ ആർമി എന്നുള്ള രീതിയിൽ ഒരേ ഒരു പേര് മാത്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അർക്കൻ ആർമിയെ ചേർക്കേണ്ട ആൾക്കാർ സിലിഗുരി ബോർഡറിൽ കൊണ്ട് എന്തിനാണ് എയർ ഡിഫൻസ് സിസ്റ്റം വെക്കുന്നത്? അവിടെ എന്തുകൊണ്ടാണ് റഡാർ സ്ഥാപിക്കുന്നത്? പണ്ട് തൊട്ടേ നമുക്കറിയാം ഈ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ കൂടെയാണ് നക്സലുകൾ ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത്. വെസ്റ്റ് ബംഗാളിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ ടീമുകളെ പിടികൂടിയിട്ടുണ്ട് ഇന്ത്യൻ ഗവൺമെന്റ്. ഹിസ്റ്ററി തന്നെയുണ്ട്.
ഈ നക്സലുകളെ സംബന്ധിച്ചിടത്തോളം ഈ ബംഗ്ലാദേശ് വെസ്റ്റ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് മറ്റൊരു സൈഡിൽ അസാം, മിസോറാം, മേഘാലയ, ഈ സൈഡിലുള്ള ബോർഡറുകളെല്ലാം തന്നെ ഇവർ ടാർഗറ്റ് ചെയ്യും. അപ്പോൾ ഇന്ത്യയുടെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അസാമിൽ നമ്മളൊരു ട്രൂപ്പിനെ കൊണ്ടിട്ടതും സിലിഗുരിയുടെ അടുത്ത് തന്നെ ഒരു ട്രൂപ്പിനെ ഡിപ്ലോയ് ചെയ്ത് വെച്ചിരിക്കുന്നതും. ഇതിൽ വേണ്ടി വന്നാൽ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ബംഗ്ലാദേശിനെ അങ്ങോട്ട് അടിക്കുക, അതാണ് വേണ്ടത്. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഈ യൂനസ് വരുന്ന ഫെബ്രുവരിയിൽ ഇലക്ഷൻ നേരിടണം. അപ്പോൾ എങ്ങനെയെങ്കിലും ഇലക്ഷൻ നടക്കാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ മാർഗങ്ങളിലൂടെയാണ് യൂനസ് സഞ്ചരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു 4.7 ബില്യൺ $US വർത്ത് വരുന്ന മിലിറ്ററി മോഡേണൈസേഷന്റെ കരാറാണ് ചൈനയുമായിട്ട് കഴിഞ്ഞ വർഷം യൂനസ് പോയിട്ട് ഒപ്പിട്ടിട്ട് വന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്ലോയ്മെന്റുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ 3 രാജ്യങ്ങൾ +1 ബംഗ്ലാദേശ്, 4 രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് ചൈന, പാകിസ്ഥാൻ, തുർക്കി, ഈ 3 രാജ്യങ്ങളും കൂടി ബംഗ്ലാദേശിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ ഒന്ന് ഏതെങ്കിലും തരത്തിൽ ചൊറിയാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ സൈറ്റ് ആയിട്ടുള്ള ADGP അതിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ ആർമി തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്, സൈലന്റ് ഇൻ പ്ലാനിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൈലന്റ് ഇൻ പ്ലാനിങ്, അതായത് ഇന്ത്യ വളരെ പേഷ്യൻസിയോട് കൂടി കംപ്ലീറ്റ് കാര്യങ്ങളും ഒബ്സർവ് ചെയ്തിട്ട് വിത്തിൻ 5 hours സൈലന്റ് ആയിട്ട് നമ്മളുടെ മിലിറ്ററി ഡിപ്ലോയ്മെന്റ് നമ്മൾ ചെയ്തിരിക്കുകയാണ്. സിലിഗുരി എന്ന് പറഞ്ഞാണ് ബംഗ്ലാദേശ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ മിലിറ്ററി ഹയർ ഒഫീഷ്യൽ ഒരു മാപ്പ് കൊണ്ട് യൂനസിന്റെ അടുത്ത് കൊടുത്തായിരുന്നു. ആ മാപ്പിൽ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ മൊത്തത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നുള്ള മാപ്പാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഈ രീതിയിലുള്ള ഡിപ്ലോയ്മെന്റ്സ് എല്ലാം അവിടെ നടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ സിലിഗുരി എന്ന് മാത്രമല്ല, സിലിഗുരി നമുക്ക് ഉദ്ദേശിക്കുന്നതിലും അധികം നമുക്ക് വികസിപ്പിക്കാനും കഴിയും. ബംഗ്ലാദേശ് മര്യാദയ്ക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വികസിപ്പിക്കും. ഇതുവരെ നമ്മൾ ആ സിലിഗുരിയെ കയറി പിടിച്ചിട്ടോ അല്ലെങ്കിൽ സിലിഗുരി എക്സ്പാൻഷൻ ഒന്നും നമ്മൾ നടത്തിയിട്ടില്ല. പക്ഷേ നമുക്ക് നടത്താൻ കഴിയും. അത് വളരെ വ്യക്തമായിട്ട് ബംഗ്ലാദേശിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യ. ഇനി നമുക്ക് വേണമെങ്കിൽ താഴെ വൈശാഖ് എന്ന് പറഞ്ഞ പോർട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ബംഗ്ലാദേശ് പോർട്ടിലേക്ക് പോകുന്ന എല്ലാ ഷിപ്പുകളെയും നമുക്ക് തടയാൻ കഴിയും. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബംഗാൾ ഓഷനിലേക്കുള്ള അവരുടെ ഒരു വ്യാപാര പാതയാണ്. ആ ഒരു ട്രേഡ് റൂട്ട് നമുക്ക് നിശ്ചലമാക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിന് നമ്മൾ വൈശാഖ് എന്ന് പറഞ്ഞ ഒരു പോർട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യ ഇതിലൂടെ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ നീ വലിയ രീതിയിൽ മാപ്പും കാര്യങ്ങളൊന്നും എടുത്തുകൊണ്ട് വരണ്ട. അങ്ങനെ ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ ശ്രമിച്ചു കഴിഞ്ഞാൽ നീ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാവും എന്നുള്ളൊരു മെസ്സേജാണ് ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ജെൻസി കിട്ടുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സ്റ്റുഡൻറ്റുകൾ നടത്തിയ പ്രൊട്ടസ്റ്റ് കൊണ്ട് ആ രാജ്യം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്കണോമിക്കലി എല്ലാ തരത്തിലും, കൾച്ചർ വൈസ് എല്ലാത്തിലും നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലുപരിയായിട്ട് ബംഗ്ലാദേശ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കോമഡിയാണ്. ഈ കോമഡി ഷോ അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് ഏതാണ്ട് നിമിഷ നേരങ്ങൾ മതി. അത്രേ പറയാനുള്ളൂ ഇതിനകത്ത്. അപ്പോൾ എന്തായാലും ഫർദർ ഡെവലപ്മെന്റ്സ് ഈ വിഷയത്തിൽ വരുന്ന മുറയ്ക്ക് ഞാൻ അടുത്ത വീഡിയോകളിൽ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് തരാം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.